ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നാമജപത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ്. അതിൽ നാമം എന്തിനു ജപിക്കണം, എപ്പോൾ ജപിക്കണം, എങ്ങനെ ജപിക്കണം, ക്ഷീണം വന്നാൽ എങ്ങനെ ജപിക്കണം, നാമം ജപിക്കുമ്പോൾ ഉറക്കം വരുമ്പോൾ എന്തു ചെയ്യണം, ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവതകൾ കാണും. ആ ദേവതകളെ നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം, അവരുടെ നാമങ്ങൾ ജപിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ദേവതകളുടെ നാമം ജപിക്കുമ്പോൾ ആ ദേവതകൾ പ്രസാദിക്കുകയും ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അവസാനം ശുദ്ധീകരിച്ച് നമ്മൾ മോക്ഷത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അതുകൂടാതെ നമ്മുടെ എല്ലാം ജന്മനക്ഷത്രമനുസരിച്ചിട്ട് ഓരോ ദേവതകളെ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് ലൗകികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരും. ഉദാഹരണമായിട്ട്, അസുഖം മാറാൻ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കും. ശരീര സൗഖ്യത്തിന് വേണ്ടിയിട്ട്, ഇന്നാളെ അസുഖം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ശരീരം വൃത്തിയായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആഹാരം കഴിക്കും, വിറ്റാമിൻ ടാബ്ലറ്റ്സും കഴിക്കും. അതുപോലെയാണ് പ്രാർത്ഥനയുടെ കാര്യവും. നമ്മുടെ അന്തരാത്മാവിന് വേണ്ടി, നമ്മളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, നമുക്ക് ഈ കലിയുഗത്തിൽ മോക്ഷം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയ ദേവതകളെ പ്രാർത്ഥിക്കുകയും ലൗകിക ജീവികളായ നമ്മളുടെ ലൗകികപരമായ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിന്, അതായത് നമുക്ക് തൊഴിൽപരമായി ഉയർച്ചയുണ്ടാകണം, ജോലി കിട്ടണം, നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായി ജീവിക്കണം, അവർക്ക് നല്ല വിവാഹമുണ്ടാകണം, അവരുടെ വിവാഹ ജീവിതം നന്നായി നടക്കണം, നമ്മുടെ ജീവിതം നന്നായി നടക്കണം, നമുക്ക് വീട് വെക്കണം, ഇങ്ങനെ പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാകും. സമ്പത്തുണ്ടാകണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ലൗകിക ജീവികളായ നമുക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും അന്തസ്സോടും കൂടി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനായി സാധിക്കുകയുള്ളൂ. ഇതുകൂടാതെ നമ്മുടെ ആത്മാവിന് ശുദ്ധീകരണം നടക്കണം, നമ്മളെ നേർവഴി കാണിച്ചു തരണം. അവസാനം ആ പരമമായ മോക്ഷത്തിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ട് 2 തരത്തിലാണ് പ്രാർത്ഥനകൾ നടത്തേണ്ടത് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഒന്ന്, നമ്മുടെ പ്രിയപ്പെട്ട ദേവത, ആ ദേവത നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം, അത് നമ്മുടെ ആത്മാവിനു വേണ്ടി. അതുപോലെ നമ്മുടെ നാളനുസരിച്ചിട്ടുള്ള ദേവതകൾ ആരൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ആദ്യമായി അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർ തീർച്ചയായിട്ടും സരസ്വതീ ദേവിയെ പ്രാർത്ഥിക്കണം. അതുകൂടാതെ ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കണം. അവരുടെ നേട്ടത്തിന് വേണ്ടി, അവരുടെ ലൗകികപരമായ ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി, നന്നായി പഠിക്കുന്നതിന് വേണ്ടി, തൊഴിൽപരമായ അഭിവൃദ്ധിക്ക് വേണ്ടി, കുടുംബജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടി തടസ്സങ്ങളെല്ലാം മാറ്റി മുമ്പോട്ട് അവരെ നയിക്കുന്നതിനായി അശ്വതി നക്ഷത്രക്കാർ തീർച്ചയായിട്ടും സരസ്വതീ ദേവിയെയും ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കണം. ഭരണി നക്ഷത്രക്കാർ നിർബന്ധമായും ഭഗവതിയെ പ്രാർത്ഥിക്കണം. ഭഗവതിയുടെ ഭദ്രകാളി രൂപത്തെ പ്രാർത്ഥിക്കാം, ഭഗവതിയുടെ ദുർഗാരൂപത്തെയും പ്രാർത്ഥിക്കാം. ഭദ്രകാളി രൂപത്തെ പ്രാർത്ഥിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രേയസ് നൽകും. ഭഗവതിയുടെ ഭദ്രകാളി രൂപത്തെ മാത്രമല്ല, ദേവിയുടെ എല്ലാ രൂപങ്ങളെയും ഭരണി നക്ഷത്രക്കാർ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അവർ നിർബന്ധമായും ലളിതാ സഹസ്രനാമം ജപിക്കണം. അടുത്ത നക്ഷത്രം കാർത്തിക. കാർത്തിക നക്ഷത്രക്കാർ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കണം, ഷഷ്ടിവ്രതം എടുക്കണം. രോഹിണി നക്ഷത്രക്കാർ. രോഹിണി നക്ഷത്രക്കാർ നിർബന്ധമായും മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണ അവതാരത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഉണ്ണികൃഷ്ണനെ പ്രാർത്ഥിക്കാം, ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കാം. അതായത് ശ്രീകൃഷ്ണ അവതാരത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് രോഹിണി നക്ഷത്രക്കാർ. മകയിരം നക്ഷത്രക്കാർ
മഹാദേവനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ചന്ദ്രകലാധരൻ, അതായത് മഹാദേവൻ ഇരുന്ന് തപസ് ചെയ്യുന്ന ഒരു രൂപമുണ്ട്. ചന്ദ്രകലയൊക്കെ ആ തിരുമുടിയിൽ ധരിച്ച് പുലിത്തോലിൻ്റെ പുറത്തിരുന്ന് തപസ് ചെയ്യുന്ന ആ രൂപത്തിനെയാണ് മകയിരം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടത്. തിരുവാതിര നക്ഷത്രക്കാർ മഹാദേവൻ്റെ നടരാജ രൂപത്തെ പ്രാർത്ഥിക്കണം. പുണർദം നക്ഷത്രക്കാർ മഹാവിഷ്ണുവിൻ്റെ ശ്രീരാമ അവതാരത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നിരന്തരം രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കണം. പൂയം നക്ഷത്രക്കാർ മഹാദേവൻ്റെ ദക്ഷിണാമൂർത്തി രൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഓം ദക്ഷിണാമൂർത്തിയെ നമ എന്ന് 108 തവണ ജപിക്കുന്നത് പൂയം നക്ഷത്രക്കാർക്ക് വളരെയധികം ഉത്തമമാണ്. ആയില്യം നക്ഷത്രക്കാർ നാഗരാജാവിനെ പ്രാർത്ഥിക്കണം. ആയില്യ ദിവസം വ്രതമെടുക്കുന്നതും വളരെ വിശേഷമാണ്. മകം നക്ഷത്രക്കാർ നിർബന്ധമായും സൂര്യദേവനെ പ്രാർത്ഥിക്കണം. സൂര്യദേവനെ കൂടാതെ ഗണപതി ഭഗവാനെയും മകം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കണം. നിർബന്ധമായും മകം നക്ഷത്രക്കാർ സൂര്യദേവനെ പ്രാർത്ഥിച്ചാൽ അവർക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും. പൂരം നക്ഷത്രം ഭഗവതിയെ പ്രാർത്ഥിക്കണം. പൂരം നക്ഷത്രക്കാർ നിർബന്ധമായും, അതുപോലെ രംഗനാഥ സ്വാമിയെയും പ്രാർത്ഥിക്കണം. ഉത്രം നക്ഷത്രക്കാർ നിർബന്ധമായും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കണം. അത്തം നക്ഷത്രക്കാർ ഭഗവതിയുടെ ശ്രീ പാർവതി രൂപത്തെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. ചിത്തിര നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടുന്നത് സുദർശന ചക്രധാരിയായി നിൽക്കുന്ന മഹാവിഷ്ണുവിനെയാണ്. ആ രൂപത്തിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും. ചോതി നക്ഷത്രക്കാർ നരസിംഹസ്വാമിയെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്. വിശാഖം നക്ഷത്രക്കാർ അവർ വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കണം. ഓം മുരുകായ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കണം. അനിഴം നക്ഷത്രക്കാർ ലക്ഷ്മി നാരായണമൂർത്തിയെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്. അതായത് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും കൂടിയിരിക്കുന്ന ആ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുക. അത് അവർക്ക് വളരെയധികം ഐശ്വര്യം പ്രദാനം ചെയ്യും. തൃക്കേട്ട നക്ഷത്രക്കാർ അവർ വരാഹമൂർത്തിയെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. മൂലം നക്ഷത്രക്കാർ ഹനുമാൻ സ്വാമിയെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. അക്കൂട്ടത്തിൽ ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കണം. പൂരാടം നക്ഷത്രക്കാർ മഹാദേവൻ്റെ ഉമാമഹേശ്വര രൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്. ഉത്രാടം നക്ഷത്രക്കാർ വിഘ്നേശ്വരനെ നിർബന്ധമായും പ്രാർത്ഥിക്കണം. തിരുവോണം നക്ഷത്രക്കാർ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഹയഗ്രീവ രൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്. ഹയഗ്രീവൻ ആരാണ്? മനുഷ്യൻ്റെ അല്ലെങ്കിൽ ദേവൻ്റെ ശരീരത്തോടു കൂടി കുതിരയുടെ മുഖത്തോടു കൂടി അങ്ങനെയുള്ള മഹാവിഷ്ണുവിൻ്റെ അവതാരം, അതായത് കുതിരയുടെ മുഖത്തോടു കൂടിയ ദേവന്മാരുടെ ശരീരത്തോടു കൂടിയ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ഹയഗ്രീവൻ. ആ ഹയഗ്രീവ രൂപത്തെയാണ് തിരുവോണം നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ടുന്നത്. അവിട്ടം നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്, അതായത് ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണുവിനെ. ചതയം നക്ഷത്രക്കാർ മൃത്യുഞ്ജയനെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്, അതായത് മഹാദേവനെ. മഹാദേവൻ മാർക്കണ്ഡേയൻ്റെ മുമ്പിൽ അവതരിച്ചത് മൃത്യുഞ്ജയനായിട്ടാണ്. ഓ മൃത്യുഞ്ജയായ നമ എന്ന് നിരന്തരം ചതയം നക്ഷത്രക്കാർ ജപിച്ചുകൊണ്ടേയിരിക്കുക. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കണം. ഭഗവാൻ മഹാദേവൻ്റെ പശുപതി രൂപത്തെയാണ് പ്രാർത്ഥിക്കേണ്ടുന്നത്.
അതായത് കാളപ്പുറത്തിരിക്കുന്ന പരമശിവൻ, അതല്ലെങ്കിൽ കാളയോട് ചേർന്ന് നിൽക്കുന്ന പരമശിവൻ. ആ രൂപത്തിലാണ് പൂരുരുട്ടാതി നക്ഷത്രക്കാർ മഹാദേവനെ പ്രാർത്ഥിക്കേണ്ടുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർ നിർബന്ധമായും മഹാദേവനെ ശങ്കര രൂപത്തിൽ പ്രാർത്ഥിക്കണം. ഓം ശങ്കരായ നമഃ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കണം. രേവതി നക്ഷത്രക്കാർ ശ്രീനിവാസ രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടുന്നത് മഹാവിഷ്ണുവിനെ. വെങ്കടേശ്വര സ്വാമിയെ പ്രാർത്ഥിക്കുക. രേവതി നക്ഷത്രക്കാർ തിരുപ്പതിയിൽ പോവുക. അതവരുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം പ്രദാനം ചെയ്യും. ഇതാണ് ഓരോ ജന്മനക്ഷത്രവും അനുസരിച്ച് നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ടുന്ന ദേവതകൾ. ഈ ദേവതകളെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി, പരീക്ഷണമാകരുത്, പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മളെ സംരക്ഷിക്കും, നമ്മുടെ ആപത്തുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോയാൽ സകലവിധ ദുരിതങ്ങളും ഒഴിഞ്ഞ് സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കാം, പക്ഷേ നമ്മൾ ആഗ്രഹിച്ച ആ കാര്യങ്ങൾ ചിലപ്പോൾ ഭഗവാൻ നമുക്ക് നൽകില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുക, എന്തുകൊണ്ടായിരിക്കാം ഭഗവാൻ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ആ കാര്യങ്ങൾ നമുക്ക് നൽകാതിരുന്നത്? ഒരു പക്ഷേ ആ കാര്യങ്ങൾ നമുക്ക് നൽകിയാൽ നാളെ അത് വലിയ ദോഷങ്ങളിലേക്ക് കലാശിക്കാം. ഇതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റെന്തോ കാര്യം ഭഗവാൻ നമുക്ക് നൽകാനായി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ക്ഷമയോടുകൂടി, ഭക്തിയോടുകൂടി ഭഗവാനെ വിശ്വസിച്ച് മുമ്പോട്ട് പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. ഉദാഹരണം കുചേലൻ. ഭക്തിയോടുകൂടി ക്ഷമയോടുകൂടി അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന് എന്തെല്ലാം ഐശ്വര്യങ്ങളാണ് പ്രദാനം ചെയ്തത്. എന്നിട്ടും ആ ഐശ്വര്യത്തിലൊന്നും, ആ സമ്പത്തിലൊന്നും മതിമറക്കാതെ വീണ്ടും വീണ്ടും 10 മടങ്ങ് ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ കുചേലൻ എന്താണ് ലഭിച്ചത്? ആ കഥയൊക്കെ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. ഓരോ കഥകളും നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിലെന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. താൽക്കാലികമായ സുഖങ്ങളിൽ അഭിരമിക്കാതെ ഇതൊന്നുമല്ല, ഭഗവാന്റെ സ്നേഹമാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിച്ച് നിരന്തരം നാമം ജപിച്ച് മുമ്പോട്ട് പോയാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്യും. ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതകളെ മാത്രമാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ കൂടി ഇഷ്ടദേവതകളെ ഒരിക്കലും മറക്കരുത്. അവരെ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ അന്തരാത്മാവിന് വേണ്ടിയിട്ട്. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ ദേവതകളെ കൂടി ഒന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.